വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. തംബ്നെയിലിൽ കാണുന്ന പോലെ ഇന്നും ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ലഞ്ച് മെനു ആണ് ഇന്നത്തേത്. ചുവന്നുള്ളിയും ചതച്ച മുളകും ചേർത്ത് വറ്റിച്ചെടുത്ത മത്തി, കക്ക ഇറച്ചി തോരൻ, തേങ്ങ അരച്ച തക്കാളിക്കറിയും ചീരത്തോരനുമാണ് ഇന്നത്തെ മെനു. അപ്പോൾ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടാലോ? ആദ്യം തന്നെ ചുവന്നുള്ളിയും ചതച്ച മുളകും ചേർത്ത് മത്തി വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 4ആയി മുറിച്ച 2 പിടി ചുവന്നുള്ളി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. സാധാരണ മുളക് ചതച്ചതാണെങ്കിൽ അളവ് കുറച്ച് വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി 2 കഷ്ണം കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇനി ഗ്രേവി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ ഗ്രേവിയിലേക്ക് പുളിയെല്ലാം ഇറങ്ങി വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. 3/4 കിലോ മത്തി നന്നായി ക്ലീൻ ചെയ്ത ശേഷം കഴുകി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഇടത്തരം വലിപ്പത്തിലുള്ള മത്തിയാണ് ഈ രീതിയിൽ വറ്റിച്ചെടുക്കാൻ ഏറ്റവും നല്ലത്. ഇനി ചട്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലെ ഗ്രേവി 1/4 ഭാഗവും വറ്റി വരണം. ഞാനിപ്പോൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് കനലിലിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറ്റിച്ചെടുക്കണം. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇതിലെ ഗ്രേവിയൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാം. നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഈ ഒരു കറി മാത്രം മതി വയർ നിറയെ ചോറുണ്ണാൻ. നമ്മുടെ ഇന്നത്തെ മെനുവിലെ 2ാമത്തെ ഐറ്റം കക്ക ഇറച്ചി തോരനാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കുക. മീഡിയം സൈസിലുള്ള 2 സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് എന്നിവ ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 400 ഗ്രാം കക്ക ഇറച്ചി ചേർക്കാം.
എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കക്കയിറച്ചിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വീണ്ടും ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. കക്കയിറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 4 അല്ലി ചുവന്നുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. ഇനി ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം. നന്നായി അരയരുത്. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കക്കയിറച്ചിയിലെ വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അരപ്പ് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ തോരൻ ആവി കയറി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. സാധാരണയായി കക്കയിറച്ചി എല്ലാവരും ഫ്രൈ ചെയ്താണ് ഉപയോഗിക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഇന്നത്തെ മെനുവിൽ ഒഴിച്ചുകറിയായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തക്കാളിക്കറിക്ക് വേണ്ടി ഞാൻ ഈ ഒരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തതും 3 പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി വേകുന്നതിന് വേണ്ടി നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത ശേഷം മൂടി വെച്ച് വേവിക്കാം. തക്കാളി വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. 3 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി എന്നിവ ചേർത്ത ശേഷം അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. ഇത് തിളപ്പിക്കരുത്. തിളച്ചാൽ ടേസ്റ്റ് മാറും. അതുപോലെ തന്നെ കറികൾ തയ്യാറാക്കുന്നതിനിടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം പോരാതെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. ഈ കറി മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ചേർക്കാം. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള തക്കാളി കറി റെഡിയായി. നമ്മുടെ മെനുവിലെ 4ാമത്തെ ഐറ്റം ചീരത്തോരനാണ്. ചീരയുടെ ഇലയും തണ്ടും ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ട് ഭാഗം അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തതിൽ നിന്നും പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 5 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ചീര തണ്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചീരയില അരിഞ്ഞത് കൂടി ചേർക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങ കൂടെ ഇതിലേക്ക് ചേർക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പും ഉപ്പും ചീരയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം. എല്ലാം നന്നായി മിക്സായി കഴിഞ്ഞാൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തോരനൊക്കെ നന്നായി ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇലക്കറികളൊന്നും കൂടുതൽ സമയം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം വേവിച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. തോരനൊന്ന് ഇളക്കിയ ശേഷം അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. ധാരാളം പോഷക ഗുണങ്ങളുള്ള നല്ല രുചികരമായ ചീരത്തോരൻ റെഡി. ഇപ്പോൾ ലഞ്ചിനുള്ള കറികളെല്ലാം തയ്യാറായി കഴിഞ്ഞു.
ചോറ് നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറും കറികളും എല്ലാം സെർവ് ചെയ്യാം. ഇതിൽ തോരനും തക്കാളിക്കറിയൊക്കെ മിക്കവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ തുടക്കക്കാരായ ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായിരുന്നാലും കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. ഉടൻ തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്